കൊണ്ടുവന്നാൽ, ഈ സിസ്റ്റത്തിന്റെ പ്രസന്റേഷൻ പ്രോഗ്രാമിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമായി തീർന്നേക്കാവുന്ന ചില ആശയങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടാകും. ഈ ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാമ്പത്തികമായി നേടിയെടുക്കാൻ പറ്റുന്ന എന്തും നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും അതിന് ദൈവത്തിന്റെ മഹത്തരമായ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ഈ പ്രസന്റേഷന്റെ തുടക്കം ഒരു മൗന പ്രാർത്ഥനയോടുകൂടി ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, വ്യത്യസ്തമായ മാനസിക അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ കണ്ട് പരിചയിച്ച നമുക്ക് ഇനിയും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുമ്പോൾ ചില മുൻവിധികൾ ഉണ്ടാകും. ആ മുൻവിധികൾ പലപ്പോഴും നമ്മളെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന സാഹചര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ആ മുൻവിധികളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഇൻഫോർമേഷനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ ഇൻഫോർമേഷൻ ആണ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി തരാൻ പോകുന്നത്. ടെതർ ഓഷ്യൻ, ഒരു സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്ട്, അതിന്റെ പ്രസന്റേഷൻ ആണ് നമ്മുടെ അടുത്ത നിമിഷങ്ങളിൽ നടക്കാൻ പോകുന്നത്. ആ പ്രസന്റേഷനിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. തീർച്ചയായും എന്താണ് ടെതർ ഓഷ്യൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള വിർച്വൽ ടോക്കൺ ഉണ്ട്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിങ് സൊല്യൂഷൻ ആണ് ഇതിലൂടെ അവലംബിക്കപ്പെടുന്നത്. tetherOcean.com എന്ന വെബ്സൈറ്റിലൂടെ നമുക്കത് ആക്സസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ആയതുകൊണ്ട് ഈ വെബ്സൈറ്റ് ഏതെങ്കിലും ഒരു ബ്ലോക്ക് ചെയിൻ വാലറ്റിലൂടെ മാത്രമേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കൂ. എങ്കിൽ മാത്രമാണ് ഇതിന്റെ ട്രാൻസാക്ഷൻസും മറ്റു കാര്യങ്ങളും ഇതിന്റെ അസറ്റുകളെയും അതിന്റെ പാർട്ടിസിപ്പേഷൻസും അതുപോലെ തന്നെ അതിന്റെ ബൈ സെൽ പ്രോസസ്സുകളും എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഒരു ഡിജിറ്റൽ ടോക്കൺ ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ആണ്. എങ്കിൽ ഇവിടെ എന്താണ് നമ്മുടെ റോള്? ക്രിപ്റ്റോ കറൻസി രംഗത്ത് ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മുടെ എല്ലാവരും കയ്യിലുണ്ട്. ഇവിടെ നമ്മുടെ റോളിനെ കൃത്യമായിട്ട് നമുക്ക് നിർവചിക്കാൻ പറ്റിയാൽ, ആ റോളിനെ നമുക്ക് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും ഇവിടെ സാമ്പത്തിക നേട്ടങ്ങളുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന കീ ഫീച്ചേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്റ്റെബിലിറ്റി ആങ്കേർഡ് ഇൻ ടെതർ, ഇന്നോവേറ്റീവ് ലിക്വിഡിറ്റി പൂൾസ്, സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻ, കമ്മ്യൂണിറ്റി സെൻട്രിക് ഗവേൺസ്. 4 പോയിന്റുകളാണ് കീ ഫീച്ചേഴ്സ് ആയിട്ട് ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് USDT ആണ്. USDT എന്ന ക്രിപ്റ്റോ കറൻസിയിലൂടെയാണ് ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും പോവുക. സോ USDT ഒരു കോമൺ കറൻസിയാണ്, ഒരു സ്റ്റേബിൾ കറൻസിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു കാൽക്കുലേഷൻസും ആ ഒരു സിസ്റ്റത്തെ ബേസ് ചെയ്ത് നിൽക്കുന്ന ട്രാൻസാക്ഷൻസും ആയതുകൊണ്ട് നമുക്ക് ധൈര്യസമേതം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരു തരത്തിലുള്ള ടെൻഷൻസും നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ അടുത്ത ചോദ്യമുള്ളത് ലിക്വിഡിറ്റിയെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഏതൊരു ലിക്വിഡിറ്റി ബേസ് ചെയ്ത് നിൽക്കുന്ന ഏതൊരു സിസ്റ്റം എടുത്താലും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ഏത് പ്രോഗ്രാം എടുത്താലും അതിൽ ലിക്വിഡിറ്റി ഒരു മർമ്മ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ലിക്വിഡിറ്റി ഉണ്ടെങ്കിലേ ആ സിസ്റ്റം നിലനിൽക്കത്തു പോകത്തുള്ളൂ. ലിക്വിഡിറ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു കാൽക്കുലേഷൻസ് എത്രമാത്രം പവർഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു നമ്മൾ പഠിച്ചേ പറ്റൂ. സോ അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാമാണ് ഈ സിസ്റ്റം വച്ചിരിക്കുന്നത് നമുക്ക് വഴിയെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻ ആണ് സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സിസ്റ്റത്തിലുള്ള ഓരോ ആക്ടിവിറ്റിയും ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിതമാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ ഈ സിസ്റ്റത്തിൽ വരുന്നില്ല. എല്ലാം ബ്ലോക്ക് ചെയിനിലാണ് നടക്കുക. ഈ സിസ്റ്റത്തിന്റെ സ്മാർട്ട് കോൺട്രാക്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ BSC സ്കാനിൽ അതെടുത്ത് നമുക്ക് പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. എന്നാൽ ഇതിന്റെ യഥാർത്ഥമായ വാല്യൂ കമ്മ്യൂണിറ്റിയിൽ അധിഷ്ഠിതമാണ്. കമ്മ്യൂണിറ്റി ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആക്ടിവിറ്റികൾ തീർച്ചയായും ഈ സിസ്റ്റത്തിന്റെ വാല്യൂ കൂടുന്നതിന് ഹെൽപ്പ് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്താണ് ടെതർ കോയിൻ മുന്നോട്ട് വയ്ക്കുന്ന അഡ്വാൻറ്റേജുകൾ? ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. ഓരോ വാങ്ങലും ഓരോ വിൽക്കലും ചെയ്യുമ്പോൾ ഇതിന്റെ വില കൂടുന്നു. വാങ്ങുമ്പോൾ വില കൂടുക എന്നുള്ളത് നാച്ചുറൽ ആണ്. ഏതൊരു സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. വാങ്ങുന്നവരുടെ എണ്ണം കൂടുന്തോറും വില കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ വിൽക്കുമ്പോൾ വില കൂടുക എന്നുള്ളത് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ ഈ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ വിൽക്കുമ്പോൾ വില കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടുന്ന ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു ടോക്കൺ, ഇതാണ് ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ പോയിന്റ്, ഇത് റാക്പുൾ പ്രോഗ്രാം അല്ല. ഒരു ഹല്ലാബുല്ല കാണിച്ചുകൊണ്ട് ഒരു മാർക്കറ്റ് ഹൈപ്പ് കാണിച്ചുകൊണ്ട് വലിയൊരു എമൗണ്ട് മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് ഓടിപ്പോകുന്ന ഒരു പ്രൊജക്റ്റ് അല്ല. വളരെ സൈലന്റ് ആയി
വലിയ ഹല്ലാബുല്ലൊന്നും ഇല്ലാതെ വളരെ കൃത്യമായ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന പ്രൊജക്ട്. പക്ഷെ ലോങ് ടൈം സസ്റ്റെയിൻ ചെയ്യുന്ന ഈ പ്രൊജക്റ്റിൽ കോടികൾ സമ്പാദിക്കുന്ന ആളുകൾ ഇനി മാർക്കറ്റിൽ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ആ കോടികൾ സമ്പാദിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മളായിരിക്കില്ല, നമ്മൾ എന്ന വ്യക്തികൾ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇത് മനസ്സിലാക്കി ഏറ്റെടുത്ത് പോകുമ്പോൾ അതിൽ നിന്നും ഏറ്റെടുക്കുന്ന ആൾക്കാരായിരിക്കും ഈ സിസ്റ്റത്തിൽ നിന്ന് കോടികൾ സമ്പാദിക്കാൻ പോകുന്നത്. പക്ഷെ രസകരമായ സത്യം, ഈ സിസ്റ്റം അത്രയും പവർഫുൾ ആണെന്ന മെസ്സേജിനെ തിരിച്ചറിയാൻ നമുക്കൊന്ന് സാധിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ ഈ സിസ്റ്റം സഹായിക്കും. ഏതൊരു പ്രൊജക്റ്റും പോലെ ഇതൊരു ടോക്കൺ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പ്രീ മൈൻഡ് കോയിൻ ഉണ്ടോ എന്ന ചോദ്യം ഇവിടെ വരാം. പ്രീ മൈൻഡ് കോയിൻ ഇല്ല എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ സിസ്റ്റം 2024 മാർച്ച് 20 അതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ കീ ഫ്രേസസിനെ അവർ എൻക്രിപ്റ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഇനി അതിൽ ഞങ്ങൾക്ക് ആക്സസ് വേണ്ട, ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിതമായ ആക്സസ് മാത്രമാണ് ആ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഇനി സംഭവിക്കാൻ പാടുള്ളൂ. ആ ഒരു തീരുമാനത്തിൽ നിന്നും അവർ തുടങ്ങിയപ്പോൾ 2024 മാർച്ച് 21 ആദ്യത്തെ ബൈ പ്രോസസ് നടന്നപ്പോഴാണ് ഇതിൽ കോയിൻ ക്രിയേഷൻ നടക്കുന്നത്. പിന്നീട് ബൈ നടന്നപ്പോൾ വീണ്ടും കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, വീണ്ടും ബൈ നടന്നപ്പോൾ വീണ്ടും കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഓരോ ആളുകൾ വാങ്ങാൻ വേണ്ടി വരുന്നതിനെ ബേസ് ചെയ്ത് മാത്രം മൈൻഡ് ചെയ്ത് കോയിന്റെ എണ്ണം കൂടുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നിട്ടുള്ളൂ. അത് നമുക്ക് ബ്ലോക്ക് ചെയിനിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. മാർച്ച് 21 മുതൽ ഓരോ വാല്യൂം എത്ര എമൗണ്ടിന് വാങ്ങിയിട്ടുണ്ട്, അതിലൂടെ ഓരോ പ്രോസസ്സ് നടന്ന പ്രോസസ് ഇന്ന് വരെ നമുക്ക് ടോട്ടൽ ട്രാൻസാക്ഷൻസ് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇനി ഈ സിസ്റ്റത്തിൽ ആരെങ്കിലും കോയിൻ വിറ്റാൽ വാങ്ങുന്നവർ അത് വിൽക്കുമല്ലോ. എല്ലാ ട്രേഡിങ്ങും അങ്ങനെയാണല്ലോ. ഏതൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങലും വിൽക്കലുമാണ് ട്രേഡിങ്ങിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സോ ഇവിടെ വിൽക്കണം. വിൽക്കുമ്പോൾ ദ കോയിൻസ് ആർ ബേൺ വെൻ സോൾഡ്. ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ട കോയിൻ, എത്ര കോയിൻ വിൽക്കുന്നുണ്ടോ ആ വിൽക്കുന്ന അത്രയും കോയിൻ ഇല്ലാണ്ടായി പോകും, ബേൺ ചെയ്ത് പോകും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ സിസ്റ്റത്തിന്റെ കൺട്രോൾ, സപ്ലൈ കൺട്രോൾ ചെയ്യപ്പെടുന്നു. ആ സപ്ലൈ കൺട്രോൾ വളരെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യപ്പെടുന്നു. പ്രീ മൈൻഡ് കോയിൻസ് ഒന്നും തന്നെ ഇല്ല. പുതുതായിട്ട് ആളുകൾ വരുന്നാൽ മാത്രമേ കോയിൻ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പൊ ആരും വരാതിരുന്നാൽ പിന്നെ പുതുതായിട്ട് കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ വരുന്ന ആൾക്കാർ വിറ്റാൽ കോയിൻ ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കും. സോ വളരെ മാജിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഈ ഒരു 4 കാര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ 4 കാര്യങ്ങളെ യഥാർത്ഥ രൂപത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് ടെതർ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ടെതർ ഓഷ്യൻ. റിയൽ ടൈം ബൈ ആൻഡ് സെൽ പ്രോഗ്രാം ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വാങ്ങിയ കോയിൻ അത് വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ വാലറ്റിൽ ബാലൻസ് വെച്ചിട്ട് ബൈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. ആ ബ്ലോക്ക് ചെയിൻ റിയലൈസേഷൻ ടൈം മാത്രമാണ് നമുക്ക് കോയിൻ ഹോൾഡിംഗിലേക്ക് കിട്ടാനുള്ള സമയം. ഇനി സെല്ല് ചെയ്യണമെങ്കിലോ നമ്മുടെ കയ്യിലുള്ള കോയിനിൽ എത്ര കോയിൻ സെല്ല് ചെയ്യണമെന്ന് മാത്രമേ സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ആ കോയിന്റെ നമ്പർ കൊടുത്താൽ മതി, അതിന് ഈക്വൽ ആയിട്ടുള്ള USDT നമുക്ക് അപ്പൊ തന്നെ വാലറ്റിലേക്ക് വന്നു കഴിഞ്ഞു. ബ്ലോക്ക് ചെയിൻ കംപ്ലീഷൻ ടൈം മാത്രമാണ് അതിനും ആവശ്യമുള്ളൂ. റിയൽ ടൈം ബൈ ആൻഡ് സെൽ പ്രോസസ് ആണ് ടെതർ ഓഷ്യന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം. ഇതിന്റെ അഫിലിയേറ്റ് പേ ഔട്ട് അതും റിയൽ ടൈം ആണ്. 43% റിയൽ ടൈം ആയിട്ട് അഫിലിയേറ്റ് ഇൻകം കൊടുക്കാൻ വേണ്ടി സിസ്റ്റം മാറ്റിവെക്കുന്നുണ്ട്. ആ മാറ്റിവെക്കുന്ന എമൗണ്ടുകൾ അപ്പപ്പോ അവരുടെ വാലറ്റ് വരുന്നുണ്ടാവും. അത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡിഡക്ഷൻസും ഇല്ലായിരിക്കും. അഫിലിയേറ്റ് ഇൻകം വാങ്ങുന്ന $100 വാങ്ങിയിട്ടുണ്ടെങ്കിൽ വിഡ്രോ ചെയ്താൽ $100 ലഭിക്കും. ഒരു തരത്തിലുള്ള ഡിഡക്ഷൻസും അതിലില്ല. സ്വാഭാവികമായിട്ടും അഫിലിയേറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്ഭുതത്തോടെയായിരിക്കും ഈ പ്രോഗ്രാമിനെ കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും? വിഡ്രോവൽ ചാർജസ് ഇല്ലാത്ത ഒരു സിസ്റ്റവും മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ്. ഏത് സിസ്റ്റം എടുത്താലും ഏതെങ്കിലും തരത്തിലുള്ള വിഡ്രോവൽ ചാർജസ് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ടെതർ ഓഷ്യൻ മുന്നോട്ട് വെക്കുന്ന ഈ ബിസിനസ് ആശയത്തിൽ അത്തരത്തിൽ യാതൊരു ഡിഡക്ഷനും ഇല്ലാതെയാണ് നമ്മുടെ പ്രോഗ്രാം വർക്ക്ഔട്ട് ആവുന്നത്. അതും റിയൽ ടൈം. ഒരു ദിവസം എത്ര പ്രാവശ്യം വിഡ്രോ ചെയ്യണമോ അത്രയും പ്രാവശ്യം നമുക്ക് വിഡ്രോ ചെയ്യാം. ഒരു ദിവസം എത്ര പ്രാവശ്യം ബൈ ചെയ്യണമോ അത്രയും പ്രാവശ്യം ബൈ ചെയ്യാം. ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യം സെല് ചെയ്യണമോ അത്രയും പ്രാവശ്യം സെല് ചെയ്യാം. സോ ലിമിറ്റ് ബൈക്കോ സെല്ലിനോ എമൗണ്ട് വിഡ്രോവലിനോ ഇല്ല എന്നുള്ളത് ഏത് സമയത്തും ചെയ്യാമെന്നുള്ളത് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിയാണ്. സോ ടെതർ ഓഷ്യൻ മുന്നോട്ട് വെക്കുന്ന സൊല്യൂഷനിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കാൻ ആവശ്യമായ ഒരു കാൽക്കുലേഷൻ ആണ് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഈ സ്ക്രീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്ന 16 ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ഓരോ ട്രാൻസാക്ഷനും ബൈ ട്രാൻസാക്ഷൻ ഉണ്ട്, സെൽ ട്രാൻസാക്ഷൻ ഉണ്ട്. ബൈ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സെൽ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു. ബൈ നടക്കുന്ന സമയത്ത് സിസ്റ്റം ചെയ്യുന്നത് ഇതാണ്: എത്ര എമൗണ്ട് കൊണ്ട് ഒരാൾ വാങ്ങുന്നുണ്ടോ അതിന്റെ 52% ലിക്വിഡിറ്റിയിലേക്ക് വരും. സോ ആദ്യത്തെ ട്രാൻസാക്ഷൻ എടുത്ത് പരിശോധിച്ച് നോക്കി, അവിടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് 0 ഒന്നുമില്ല. കോയിന്റെ എണ്ണവും 0 കാരണം ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല. ആദ്യത്തെ ട്രാൻസാക്ഷൻ $100 വരുമ്പോൾ അവിടെ ലിക്വിഡിറ്റി $52 വരും,
ഫൈനൽ കോയിന്റെ എണ്ണം 35 വരും. കാരണം ഒരു ഡോളറിന്റെ വില ഇവിടെ വച്ചിരിക്കുന്നത്, ഒരു ബൈ റേറ്റ് വെച്ചിരിക്കുന്നത് $1 എന്നാണ്. സോ സിസ്റ്റം വെച്ചിരിക്കുന്ന ബൈ പ്രോസസ് നടക്കുന്ന കാൽക്കുലേഷൻ എങ്ങനെയാണ്? 52% ലിക്വിഡിറ്റിയിൽ വരുന്നു. അതിന് പകരമായി മാർക്കറ്റിലേക്ക് 35% വിലയുള്ള കോയിൻ ഹോൾഡിംഗിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഒരു കസ്റ്റമർ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് 35% വിലയുള്ള കോയിൻ കിട്ടി. ഇനി അത് എത്ര നാൾ ഹോൾഡ് ചെയ്യണം? ഒരു നിർബന്ധവുമില്ല ഹോൾഡ് ചെയ്യണം. ആ സെക്കൻഡിൽ തന്നെ വേണേൽ അതിന് വേണ്ടി വിൽക്കാം. ഇവിടെ ലോക്കിംഗ് പീരീഡ്, സ്റ്റേക്കിംഗ് പീരീഡ്, ഹോൾഡിംഗ് പീരീഡ് അങ്ങനെ ഒരു പീരീഡ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രോഫിറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു മാർഗം എന്ന് പറയുന്നത് ഈ കോയിന്റെ പ്രൈസ് ഹൈക്ക് തന്നെയാണ്. അതിനെ സിസ്റ്റത്തിൽ നമ്മൾ വാങ്ങിയതിനു ശേഷം നടക്കുന്ന ബൈ പ്രോസസ്സുകളും സെൽ പ്രോസസ്സുകളും മാത്രം മതി. ഉദാഹരണം, $1 ഇദ്ദേഹം വാങ്ങിയത്. ഈ 16 ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ ബൈ പ്രൈസ് നോക്കൂ, $58.43 മാറുകയാണ്. $58.43 മാറിയത്. 15ാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ, $8.95 മാറിയിരിക്കുകയാണ്. സോ $1 വാങ്ങിയ ആള് $8 വിലയുള്ള സമയത്ത് വിൽക്കുന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും അതിന് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര മാത്രമായിരിക്കും? ഒരു ഹ്യൂജ് പ്രോഫിറ്റ് പോസിബിലിറ്റി ഈ സിസ്റ്റത്തിന്റെ മാത്തമാറ്റിക്സിൽ ഉണ്ട്. പക്ഷെ ബൈ നടക്കുമ്പോഴും സെൽ നടക്കുമ്പോഴും പ്രോഫിറ്റ് വരാനുള്ള കാരണത്തിൽ ഒരു കാരണം നമ്മൾ കണ്ടു. ലിക്വിഡിറ്റിയിലേക്ക് 52% പോകുന്നു, 35% തുല്യമായിട്ടുള്ള കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ സെല്ല് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? സെല്ല് നടക്കുമ്പോൾ അത്രയും കോയിൻ ബേൺ ചെയ്യും. നോക്കൂ, ആദ്യത്തെ സെല്ല് നടക്കുന്ന 5ാമത്തെ കോളത്തിലാണ്. ഇവിടെ നോക്കൂ, ഇതിന് തൊട്ട് മുമ്പുള്ള ഫൈനൽ കോയിൻ എന്ന് പറയുന്നത് 95.82 ആയിരുന്നു. ഇവിടെ സെല്ല് ചെയ്യുന്നത് 25 കോയിനാണ്. സോ 95ൽ നിന്ന് 25 കുറഞ്ഞാൽ ബാക്കി 70. സോ കോയിൻ അത്രയും ബേൺ ചെയ്ത് പോയി. ഫൈനൽ കോയിന്റെ എണ്ണം 70 ചുരുങ്ങി. അതുപോലെ തന്നെ ഈ 25 കോയിന് ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് $1.99 വെച്ചിട്ട് എത്ര എമൗണ്ട് കൊടുക്കണമോ അതിന്റെ 10% സിസ്റ്റത്തിൽ തന്നെ ഹോൾഡ് ചെയ്യും. ബാക്കി 90% റിലീസ് ആവും. സോ ലിക്വിഡിറ്റി 163.15 വരുന്നു. സോ 70 കോയിനിലേക്ക് $163 ലിക്വിഡിറ്റി. സ്വാഭാവികമായിട്ടും പ്രൈസ് വീണ്ടും മാറി 2.30 എന്നായി മാറി. നമുക്ക് ഒരു സെൽ പ്രോസസ് വില കൂടുകയാണ് ചെയ്തത്. ഒരു സെൽ പ്രോസസ് നടക്കുമ്പോൾ വില കൂടുകയാണ് ചെയ്യുന്നത്. ഓരോ വാങ്ങലും വിൽക്കലും നടക്കുന്ന സമയത്ത് തന്നെ ബൈ പ്രൈസും സെൽ പ്രൈസും റീ അപ്ഡേറ്റ് ചെയ്യും. അതെങ്ങനെയാന്ന് നോക്കൂ, എവിടെയാണോ ലിക്വിഡിറ്റി ഉള്ളത് അതിൽ എത്ര കോയിൻ ഉണ്ട് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പുതിയ ബൈ പ്രൈസ് കിട്ടും. പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് മാറുകയും ചെയ്യും. കാരണം സിമ്പിൾ ആശയമാണ് ചതുർവർഷം വെച്ചിട്ടുള്ളൂ. ഒരുപാട് വലിയ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ബിറ്റ്കോയിന്റെ കാൽക്കുലേഷൻ പോലെ ബിറ്റ്കോയിന്റെ ഒരു പുതിയ മൈനിങ് നടക്കുന്ന സമയത്ത് ഒരു കോംപ്ലക്സ് കാൽക്കുലേഷൻ എന്നൊക്കെ പറയും പോലെ ഇത്ര മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് ഒരു ബിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് പോലെ അത്രമാത്രം ഹെഡ് ഏക്ക് ഒന്നും ഈ സിസ്റ്റത്തിന് ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയത്തെ പവർഫുൾ ആയിട്ട് ഡീസെൻട്രലൈസ് വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും, തർക്കമില്ല. ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റെടുക്കാൻ $20 മാത്രമേ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെറും $20 ഉണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറണം. അതുകൊണ്ട് തന്നെ ഏത് സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കി മാറ്റാൻ ഈ പ്രൊജക്ട് സഹായിക്കും, തർക്കമില്ല. ഇനി വാങ്ങുന്ന ഒരാൾ 20 തന്നെ വാങ്ങണം നിർബന്ധമില്ല. 21, 22, 25, 30, 40, 50, 100, 200, 300, 400, മാക്സിമം 1000. ഒരു സിംഗിൾ ബൈ എന്ന് പറയുന്നത് $1000 ഒതുങ്ങുന്നതായിരിക്കും. ഇനി ഒരാൾക്ക് 5000-ഓ 10,000-ഓ 1,00,000-ഓ ഡോളർ ചെയ്യണം, സിസ്റ്റത്തിന് അതിൽ പ്രൊവിഷൻ ഉണ്ട്. 1000ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ചെയ്യാം. 1000 ചെയ്തു, വീണ്ടും അടുത്ത 1000 ചെയ്തു, വീണ്ടും അടുത്ത 1000 ചെയ്തു, വീണ്ടും 1000 ചെയ്തു. അങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും 1000 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങിക്കൊണ്ടിരിക്കാം. ആദ്യത്തെ വാങ്ങുമ്പോൾ തന്നെ പ്രൈസ് മാറിയിട്ടുണ്ടാവും. അപ്പൊ രണ്ടാമത്തെ വാങ്ങൽ പുതിയ ബൈ പ്രൈസിലായിരിക്കും, മൂന്നാമത്തെ വാങ്ങൽ പുതിയ ബൈ പ്രൈസിലായിരിക്കും. അങ്ങനെ 20 പ്രാവശ്യം അദ്ദേഹം വാങ്ങുന്നുണ്ടെങ്കിൽ 20 ബൈ പ്രൈസിലായിരിക്കും അദ്ദേഹത്തിന് കോയിൻ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ആര് വാങ്ങിയാലും, $20 വാങ്ങിയാലും $1000 വാങ്ങിയാലും എത്ര എമൗണ്ടിന് വാങ്ങിയാലും ഇൻസ്റ്റന്റ് ആയിട്ട് 35% വിലയുള്ള കോയിൻ അവിടെ കിട്ടും. നമ്മൾ സാധാരണ പല കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിൽ പൈസ മുടക്കിയാൽ അന്നൊന്നുമില്ല, പിറ്റേ ദിവസം ചിലപ്പോൾ 1% കിട്ടും, അല്ലെങ്കിൽ 0.5% കിട്ടും. ഇവിടെ വാങ്ങുന്ന ആ സെക്കൻഡിൽ തന്നെ 35% അതിന് വാല്യൂ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അവിടെ നിന്നാണ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി വേണമോ? ഉണ്ടെങ്കിൽ പ്ലസ് ആണ്, ഇല്ല എന്ന് കരുതി പ്രശ്നമില്ല. നമുക്ക് ശേഷം ഈ സിസ്റ്റത്തിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇതിന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം സൂപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് സെറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. പക്ഷേ സിസ്റ്റത്തിൽ എല്ലാവരും റിയൽ ബെനിഫിഷ്യറീസ് മാറണമെങ്കിൽ ചില കണ്ടീഷൻസ് വന്നേ പറ്റൂ. ആ കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ ഇതാണ്: കോയിൻ സെല് ചെയ്യുന്ന സമയത്ത് ഒരു ലിമിറ്റ് ഉണ്ട്. എത്രയാണോ നമ്മുടെ പാക്കേജ് അതിന്റെ ഇരട്ടി വിലക്കുള്ള കോയിൻ മാത്രമേ സെല് ചെയ്യാൻ സാധിക്കൂ. $1000 പാക്കേജ് ഞാൻ എടുത്തു, അല്ലെങ്കിൽ $100 പാക്കേജ് ഞാൻ എടുത്തു, അല്ലെങ്കിൽ $20 പാക്കേജ് ഞാൻ എടുത്തു. ഏത് പാക്കേജ് എടുത്തോട്ടെ, അതിന്റെ ഇരട്ടി വില, അതായത് $20 കോയിൻ എനിക്ക് വിൽക്കാം. 100 എടുത്താൽ $200 കോയിൻ എനിക്ക് വിൽക്കാം.
1000 എടുത്താൽ $2000 കോയിൻ വിൽക്കാം. 10,000 എടുത്താൽ $20,000 ഒരുപക്ഷെ ഞാൻ വാങ്ങി വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് 2x ആയി, 3x ആയി, 4x ആയി, 5x ആയി, 6x ആയി, 10x ആയി. വെയിറ്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. സിസ്റ്റം എത്ര കാലം വേണം വെയിറ്റ് ചെയ്താലും നിങ്ങളോട് ഒരു ഒബ്ജക്ഷനും പറയത്തില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം സെല്ലിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ലിമിറ്റ് കൂട്ടിയെടുക്കേണ്ട വരും. എങ്ങനെ കൂട്ടണം? വീണ്ടും ബൈ ചെയ്യണം. ബൈ ചെയ്യുമ്പോഴാണ് വീണ്ടും കൂടത്തുള്ളൂ. ഇപ്പൊ $1000 വാങ്ങിയ ഒരാൾ അദ്ദേഹത്തിന്റെ 5x റേറ്റിലേക്ക് അദ്ദേഹത്തിന്റെ കോയിൻ വാല്യൂ എത്തി. സ്വാഭാവികമായിട്ടും 2x അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ബാക്കി 3x വിഡ്രോ ചെയ്യണമെങ്കിൽ വീണ്ടും ടോപ്പ് അപ്പ് ചെയ്യണം. ആ ടോപ്പ് അപ്പ് ചെയ്യാനുള്ള പുതിയ ബൈ ആണ്. അത്രയും കോയിൻ അന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് ബൈ പ്രൈസിന് അദ്ദേഹത്തിന് വീണ്ടും അലോട്ട് ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ആ പുതിയ കോയിനും കൂടിയും പഴയ കോയിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. വിൽപ്പനയുടെ ലിമിറ്റ് വീണ്ടും ഇൻക്രീസ് ആയി. അങ്ങനെ ലിമിറ്റ് കൂട്ടിയെടുത്തുകൊണ്ട് മാത്രമേ ഒരാൾക്ക് മാക്സിമം സെല്ലിംഗ് പോയിന്റിലേക്ക് എത്താൻ സാധിക്കൂ. രണ്ടാമത് ഈ സിസ്റ്റത്തിൽ വരുന്ന ഇൻകം ആണ് അഫിലിയേറ്റ് ഇൻകം. അഫിലിയേറ്റ് ഇൻകം നമ്മുടെ പാക്കേജിന്റെ 3 മടങ്ങാണ്. $1000 പാക്കേജ് എടുക്കുന്ന ഒരാൾക്ക് $3000 വരെയുള്ള അഫിലിയേറ്റ് ഇൻകം എടുക്കാം. അതിൽ കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ, ഉദാഹരണം $20 ഒരാൾ സ്റ്റാർട്ട് ചെയ്തു, അദ്ദേഹം ഒരു $100 $1000 ഒരാളെ റെഫർ ചെയ്തപ്പോ സ്വാഭാവികമായിട്ടും $100 അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടും. കാരണം ഇവിടെ അഫിലിയേറ്റ് ഇൻകത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ലെവൽ ഇൻകം 10%. ആ 10% ഫസ്റ്റ് ലെവൽ ഇൻകം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് $100 വരുമാനം കിട്ടി. $20 ചെയ്ത ഒരാൾക്ക് 3x എന്ന് പറഞ്ഞാൽ $60 വിഡ്രോ ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ? $60 വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്യുന്ന സമയത്ത് $60 അദ്ദേഹത്തിന് ലഭിക്കും. ആ കിട്ടിയ $60 നിന്ന് $20 വീണ്ടും അദ്ദേഹം ടോപ്പ് അപ്പ് ചെയ്തു. സ്വാഭാവികമായിട്ടും പുതിയ $20ന്റെ 3 മടങ്ങായിട്ട് വീണ്ടും $60 വിഡ്രോ ചെയ്യാം. ആദ്യം $100 കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്, അതിൽ 60 വിഡ്രോ ചെയ്തിട്ടുണ്ട്, ബാക്കി 40 കിടക്കുന്നുണ്ട്. സോ വീണ്ടും ആ 40 വിഡ്രോ ചെയ്യാം. അദ്ദേഹത്തിന് $80 അദ്ദേഹത്തിന് എൻജോയ് ചെയ്യാം. $20 കൂടി ടോപ്പ് അപ്പ് ചെയ്യാൻ ഉപയോഗിച്ചു. ശരിയല്ലേ? സിമ്പിൾ ആശയമാണ്. ഇവിടെ ഇൻകം കിട്ടാനുള്ള പോസിബിലിറ്റി എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ കോയിന്റെ അപ്രീസിയേഷൻ തന്നെയാണ്. നമ്മൾ കാത്തിരിക്കും തോറും അതിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 2, ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം ആണ്. ഒരാൾ $100 അല്ലെങ്കിൽ $500 അല്ലെങ്കിൽ $1000 ഈ 3 സിംഗിൾ ബൈ ആയിട്ട് ഈ എമൗണ്ടിൽ ഈ പർട്ടിക്കുലർ ഫിഗറിൽ ബൈ ചെയ്താൽ സിസ്റ്റം ഒരു അഡ്വാൻറ്റേജ് തരുന്നുണ്ട്. $100 ചെയ്യുന്നവർക്ക് 1 പോയിന്റും, $500 ചെയ്യുന്നവർക്ക് 5 പോയിന്റും, $1000 ചെയ്യുന്നവർക്ക് 10 പോയിന്റും, അങ്ങനെ മൊത്തം 16 പോയിന്റ് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ $1600 ചെയ്താൽ 16 പോയിന്റും ഒരാൾക്ക് മാത്രം കിട്ടും. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ഓരോ ദിവസവും നടക്കുന്ന ബിസിനസിന്റെ 4% ഇൻവെസ്റ്റ്മെന്റ് പൂളിലേക്ക് മാറ്റി. അതിന് കാൽക്കുലേഷൻ എടുക്കുന്നത് ഇന്ത്യൻ ടൈം ഉച്ചയ്ക്ക് 1:30-ക്കാണ്. അത് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ നടക്കുന്നുണ്ടാവും. ആ സെക്കൻഡിൽ തന്നെ വരുമാനം റിലീസ് ആവും. ഫണ്ട് എത്രയാണ് നോക്കുമ്പോൾ എത്ര പോയിന്റ് ഉണ്ട് നോക്കുമ്പോൾ 1 പോയിന്റ് വില കണ്ടുപിടിക്കും. 1 പോയിന്റ് വില $0.5 എന്നാണെങ്കിൽ $100 $0.5 കിട്ടും. $0.5 കിട്ടും. $500 $2.5 കിട്ടും. $1000 $5 കിട്ടും. ശരിയല്ലേ? സിമ്പിൾ മാജിക് ആണ്. ഒരു എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്കൊരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. എത്ര നാൾ കിട്ടും? ആ $100 $100 കിട്ടുന്നവരെ കിട്ടും. അപ്പൊ 1600 ചെയ്യുന്ന ഒരാൾക്ക് $1600 തിരിച്ചു കിട്ടുന്നവരെയും ഈ പൂൾ ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വരുന്നത് അപ്പൊ തന്നെ നമുക്ക് വേണ്ടി വിഡ്രോ ചെയ്യാം. അതിനും പ്രത്യേകിച്ച് കമ്മീഷൻസ് ഒന്നുമില്ല. സോ 2 ഇൻകം നമ്മൾ കണ്ടു. കോയിൻ ഉണ്ട്, കോയിന്റെ അപ്രീസിയേഷൻ ഉണ്ട്, പ്ലസ് പൂൾ ഇൻകം ലഭിക്കുന്നു. അത് കൂടാതെ ഈ സിസ്റ്റത്തിൽ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാം. കാരണം ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്ന എന്ത് സബ്ജക്റ്റും നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ആ റെക്കമെൻഡ് ചെയ്യുന്ന ശീലത്തെ നമുക്കൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്നാൽ മതി. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ആഴ്ചയിൽ 3 ദിവസം നടക്കുന്നുണ്ട്. ഈ 3 ദിവസം പ്രോഗ്രാം മാത്രം അറ്റൻഡ് ചെയ്താൽ പോലും ഈ ആശയം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ചെയ്തു പോയാൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആളുകൾ എത്ര എമൗണ്ട് ചെയ്യുന്നുണ്ടോ അതിന്റെ 10% ഫസ്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും. അവർ ആരെങ്കിലും ചെയ്താൽ ആ 10% അവർക്ക് കിട്ടും, നമുക്ക് 5% കിട്ടും. അവരാരെങ്കിലും ചെയ്താലോ 10% മൂന്നാമത്തെ ലെവലിൽ കിട്ടും, രണ്ടാമത്തെ ലെവലിൽ 5% കിട്ടും. നമുക്ക് മൂന്നാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് വെച്ചിരിക്കുന്നത് 5 മുതൽ 20%. 5 മുതൽ 20%ലേക്ക് എത്താൻ നമ്മൾ റാങ്കുകൾ നേടണം. റാങ്കുകൾ നേടിയാൽ നമുക്ക് ആ വരുമാനത്തിലേക്ക് മാറാൻ സാധിക്കും. റാങ്ക് നേടുമ്പോൾ വീണ്ടും ഒരു ഇൻകോടെ ഉണ്ട്, 4%. അത് ലീഡർഷിപ്പ് റിവാർഡ് എന്നാണ് സിസ്റ്റം വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ കാൽക്കുലേറ്റ് നോക്കിയേ, പൂളിംഗം 4% ഉണ്ട്, ഫസ്റ്റ് ലെവലിൽ 10% ഉണ്ട്, 14ആയി. സെക്കൻഡ് ലെവൽ 5% ഉണ്ട്, 19ആയി. അൺലിമിറ്റഡ് ലെവലിലേക്ക് 20% ഉണ്ട്, 39ആയി. വീണ്ടും 4% ലീഡർഷിപ്പ് റിവാർഡ്, 43%. നോക്കൂ, ആ 43% റിവാർഡ് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു കാൽക്കുലേഷൻ ഈ സിസ്റ്റം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഈ സിസ്റ്റത്തിൽ എങ്ങനെ റാങ്കുകൾ ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. 100 USDയുടെ പാക്കേജ് നമുക്ക് ഉണ്ടാകണം. ഇപ്പൊ 20 5 പ്രാവശ്യം വന്നു, 100ആയി മതി.
അങ്ങനെ വന്നാലൊക്കെ മതി. സിസ്റ്റം പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ഒരു ഓവർ ഹെഡേക്ക് ആയിട്ട് നമ്മളോട് പറയുന്നില്ല. 5 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്യണം മിനിമം. ആ ഡയറക്റ്റ് റെഫറൻസിലൂടെ ഒരു $500 ബിസിനസ് വരണം. ടീം വോളിയം $5000 ഉണ്ടാകണം. അപ്പോൾ $100 ഒരാൾ ഒരു ഐഡിയ എടുത്തു, $1000 5 പേരെ സ്പോൺസർ ചെയ്തു, സിൽവർ റാങ്ക് ആയിരുന്നേ. സിമ്പിൾ ആണ്, ഒരുപാട് വലിയ ഹെഡേക്ക് ഒന്നുമില്ല. എന്നാൽ വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയാൽ 20, 500, 30, 40, 50 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ബിസിനസ് വോളിയം വരിക. അവിടെയാണ് സിസ്റ്റം പറയുന്നത് മിനിമം 5 ഡയറക്റ്റ് റെഫറിലൂടെ $500 ബിസിനസ്, ടോട്ടൽ ബിസിനസ് വോളിയം 5000 എത്തുക, നമ്മൾ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തു. ഗുണം 5% എക്സ്ട്രാ ഇൻകം നമുക്ക് ലഭിക്കുകയാണ്. ഫസ്റ്റ് ലെവലിൽ 10ന്റെ കൂടെ ഒരു 5%, 15% കിട്ടും. സെക്കൻഡ് ലെവലിൽ 5ന്റെ കൂടെ ഒരു 5%, 10% കിട്ടും. മൂന്നാമത്തെ ലെവലിൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് 5% കിട്ടും. എപ്പോ വരെയും? ആ ലെഗിൽ ഒരു സിൽവർ വരുന്നത് വരെയും. ആ ലെഗിൽ ഒരു സിൽവർ വന്നാൽ പിന്നെ ആ ടീമിൽ നിന്നുള്ള ബിസിനസ് വോളിയത്തിൽ നിന്ന് സിൽവർ റാങ്കിലുള്ള നമുക്ക് ഇൻകം കിട്ടത്തില്ല. നമ്മൾ ഗോൾഡ് റാങ്കിലേക്ക് മാറിയാൽ വീണ്ടും നമുക്ക് ഇൻകം സ്റ്റാർട്ട് ആവും. കാരണം ഗോൾഡ് റാങ്കിലേക്ക് മാറുമ്പോൾ 10% അൺലിമിറ്റഡ് ലെവൽ ഇൻകം. സോ നമ്മുടെ ടീമിൽ ഒരു സിൽവർ ഉണ്ട്, നമ്മൾ ഗോൾഡ് ആണ്. സോ സിൽവറിന് 5% കൊടുക്കും, 5% ഗോൾഡിന് കിട്ടും. അപ്പൊ സിൽവർ ഇല്ലാത്ത ലെഗ് ആണെങ്കിലോ 10% നമുക്ക് നേരിട്ട് തന്നെ കിട്ടും. ഇപ്പൊ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുമ്പോഴോ ഫസ്റ്റ് ലെവലിലെ 10%, ഗോൾഡിന്റെ 10%, 20% കിട്ടും. നോക്കൂ, അപ്പൊ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സിമ്പിൾ ആണ്. നമുക്ക് 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് ഉണ്ട്, അതിൽ ഏതെങ്കിലും 2 ലെഗിൽ ഓരോ സിൽവർ ഉണ്ടാക്കുക. ടോട്ടൽ ബിസിനസ് വോളിയം 25,000 ആകുക. ഒരു സിൽവർ വരുമ്പോൾ തന്നെ 5000 വന്നു അല്ലേ? അപ്പൊ 2 സിൽവർ വരുമ്പോൾ 10000 ആയി. ബാക്കി ഒരു $15000 ബിസിനസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇൻകം നമുക്ക് 10%ലേക്ക് മാറ്റാം. ഇത് കൂടാതെ ഗോൾഡ് റാങ്കിൽ എത്തിയാൽ നമുക്കൊരു ലീഡർഷിപ്പ് ഇൻകം കൂടെയും വരുന്നുണ്ട്. ടോട്ടൽ ഗ്ലോബൽ പൂൾ ലീഡർഷിപ്പ്, ഇത് ഒരു ഷെയർ ഗോൾഡ് ലീഡർക്കാണ്. അപ്പോ ഒരു അഡീഷണൽ ഇൻകം കൂടിയും ഗോൾഡ് റാങ്കിൽ എത്തിയാൽ നമുക്ക് വീണ്ടും കിട്ടും. ഇനി എമറാൾഡിൽ എത്തുമ്പോൾ 2 ഗോൾഡ് വരിക, $1,00,000 ബിസിനസ് വരിക. ഒരു ഗോൾഡ് തന്നെ $25,000 ബിസിനസ് നമുക്ക് തരും. 2 ഗോൾഡ് എന്ന് പറഞ്ഞാൽ $50,000 ബിസിനസ് ആയി. ബാക്കി $50,000 ബിസിനസ് ഉണ്ടെങ്കിൽ എമറാൾഡായി 15%ത്തിലേക്ക് നമ്മുടെ ഇൻകം മാറും. സെയിം ലീഡർഷിപ്പ് റിവാർഡ് എല്ലാ ദിവസവും കിട്ടും, 2 ഷെയർ കിട്ടും. ഡയമണ്ട് റാങ്ക് എത്താൻ 2 എമറാൾഡ് വരിക, $5,00,000 ബിസിനസ് വരിക. വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് സ്പോൺസർഷിപ്പിന്റെ കണ്ടീഷൻസോ ഹെഡേക്കോ മറ്റുള്ള കാൽക്കുലേഷൻസോ ഒന്നും തന്നെ ഈ സിസ്റ്റം മുന്നോട്ട് വെക്കുന്നില്ല. ഇതിനൊരു ടൈം ലിമിറ്റും ഇല്ല. എപ്പോൾ എത്തുന്നോ അന്ന് മുതൽ നമ്മൾ ആ റാങ്ക് ഹോൾഡർ ആണ്, അന്ന് മുതൽ ആ ബെനിഫിറ്റിലേക്ക് നമ്മൾ എത്തും. അതിനെത്താൻ വേണ്ടി എത്ര സമയം നിങ്ങൾക്ക് വേണ്ടി എടുക്കാം? ഒരു ദിവസം മതിയോ? ആ ഒരു ദിവസം കൊണ്ട് ചെയ്യാം. ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡയമണ്ട് എനിക്ക് നേരിട്ട് ക്വാളിഫൈ ചെയ്യണം, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, 4.5 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. 4.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. യെസ്, $5,00,000 ബിസിനസ് മതി. ഈ $5,00,000 ബിസിനസ്സിൽ 8 സിൽവറിനെ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഐഡിയ അടിച്ചാൽ 2 ഗോൾഡ് ജനറേറ്റ് ചെയ്യപ്പെടും, 4 ഗോൾഡ് ജനറേറ്റ് ചെയ്യപ്പെടും, 2 എമറാൾഡ് ജനറേറ്റ് ചെയ്യപ്പെടും. അദ്ദേഹത്തിന്റെ ഐഡി ഡയമണ്ട് ആകും. സിമ്പിൾ ആണ്. സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് പോലും ഒരാൾക്ക് വേണമെങ്കിൽ ഡയമണ്ട് ക്വാളിഫൈ ചെയ്യാം. ഗുണം എന്താ? ഡയമണ്ടിന്റെ ഇൻകം റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും കിട്ടും, പൂൾ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. ആ ഐഡിയ അടിക്കുമ്പോൾ തന്നെ കുറെ ഇൻകം കിട്ടുന്നുണ്ട്, അതിലൂടെ കുറെ കോയിൻ കിട്ടുന്നുണ്ട്, അതിന് അപ്രീഷിയേഷൻ വരുന്നുണ്ട്. ഈ അക്കൗണ്ടിലെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം വാങ്ങുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. സോ ഒരു ദിവസം ഡോളറിന്റെ ഒരു ബഹളം തന്നെയായിരിക്കും അദ്ദേഹത്തിലേക്ക് വരാൻ പോകുന്നത്. ചെറിയ കാര്യമൊന്നുമല്ല ഈ പ്ലാൻ. ആശയം വളരെ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് നോക്കി കാണേണ്ട സബ്ജക്റ്റ് ആണ്. ആ നോക്കി കാണുന്നതിന് വേണ്ടി ഒരു ചെറിയ ഒരു പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രോഗ്രാം ഒരു എക്സൽ ഷീറ്റിലൂടെ ഞാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ എക്സൽ ഷീറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, $20. ഞാൻ അത് 0 എന്നാക്കി മാറ്റാൻ പോവുകയാണ്. ഇവിടെ ഒരു ഗ്രോത്ത് റേറ്റ് കൊടുത്തിട്ടുണ്ട്, അതും ഞാൻ 0 എന്നാക്കി മാറ്റാൻ പോവുകയാണ്. സോ ടോട്ടൽ വാല്യൂ 0 ആയി മാറി. ഈ ഒരു സിറ്റുവേഷനിൽ ഒരാൾ $20 ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ സമയത്തെ ബൈങ് റേറ്റ് 0.1277 എന്ന റേറ്റ്. ഈ റേറ്റ് എടുക്കാൻ കാരണം ഞാൻ വാങ്ങിയത് റേറ്റിലാണ്, അതുകൊണ്ട് ഞാൻ റേറ്റ് എടുത്തു, അത്രേ ഉള്ളൂ. വേറെ മാജിക് ഒന്നുമില്ല. 54 കോയിൻ ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുക. സോ 20ന്റെ സ്ഥാനത്ത് അദ്ദേഹം $100 ആണെങ്കിലോ അദ്ദേഹത്തിന് 274 കോയിൻ കിട്ടും. അതിന്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന് $1000 ആണ് ചെയ്തെങ്കിലോ അദ്ദേഹത്തിന് $2740 കിട്ടും. ഇനി 1600 ചെയ്തു എന്ന് വിചാരിക്കാം. 1600 ചെയ്താൽ അദ്ദേഹത്തിന് 4385 കോയിൻ കിട്ടും. ഒരു സിമ്പിൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറായിരിക്കുന്ന ഒരു എക്സൽ ഷീറ്റ് ആണ്. ഇവിടെ $20 ചെയ്ത ഒരാൾ, അദ്ദേഹത്തിന് കിട്ടിയ കോയിൻ, ആ കോയിൻ ഒരു ഗ്രോത്ത് വരികയാണ്. ആ ഗ്രോത്ത് ഒരു $0.04 ഗ്രോത്ത് ആണ് വന്നുള്ളൂ. അതായത് 0.1277 നിന്ന് 0.1677 പോയിന്റ് വില ഒന്ന് മാറി. അങ്ങനെ ഓരോ $0.04 ഹൈക്ക് വരുന്ന സമയത്തും അദ്ദേഹത്തിന് കിട്ടിയ ഹൈക്ക് മാത്രം സെല് ചെയ്യാൻ തുടങ്ങി. $7 ആണ് അദ്ദേഹത്തിന് ബേസ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. അതിൽ 9.19 ഉള്ളപ്പോൾ ഒരു $2.19 വിറ്റു.
അതിനുള്ള കോയിൻ വിറ്റു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് $1.9 കിട്ടി. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അത്രയും ഡോളറേ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 30 പ്രാവശ്യം അദ്ദേഹം വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹം വിഡ്രോ ചെയ്യുന്നത് $15.49 ആയിരിക്കും. അപ്പോഴും അദ്ദേഹത്തിന്റെ ബേസ് വാല്യൂ ആയ $7 കോയിൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കി ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഒരു മാജിക്കൽ ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ലേ? സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത് $7 ആയിട്ടുള്ളൂ, $20 ആകട്ടെ എന്നിട്ട് നമുക്ക് വിൽക്കാം. അങ്ങനെയൊന്നും കാത്തിരിക്കേണ്ട ആവശ്യം ഈ സിസ്റ്റത്തിലില്ല. നമ്മൾ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലും ചെയ്യുന്ന സയൻസ് എന്താ? നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റലിൽ നിന്നും ഇത്ര ശതമാനം ഗ്രോത്ത് എത്തണം, അല്ലെ? ഇവിടെ 31% ഗ്രോത്ത് ആണ് 0.04 എന്ന് പറയുന്നത്. സാധാരണ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ 1%, 2%, 3%, 5%-ൊക്കെയാണ് നമ്മൾ സെല്ല് ഓർഡർ ഇട്ട് വയ്ക്കുക. അത്രയും ഗ്രോത്ത് കിട്ടിയാൽ മതി എന്ന് പറയണേ. ഇവിടെ 31% ഗ്രോത്ത് കിട്ടുന്നവരെയും കാത്തിരിക്കാൻ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ സെല്ല് ചെയ്താൽ സിസ്റ്റത്തിലുള്ള ഇപ്പൊ ഏതാണ്ട് 670 ആൾക്കാർ ഈ സിസ്റ്റത്തിലുണ്ട്. ഈ 660 ആൾക്കാരും ഈ പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടാകും? എത്ര പ്രാവശ്യം കോയിന്റെ പ്രൈസ് മാറുന്നുണ്ടാകും? ടോട്ടൽ സിസ്റ്റത്തിൽ എത്രമാത്രം ഹൈക്ക് സംഭവിക്കുന്നുണ്ടാകും? ഇങ്ങനെ ഓരോരുത്തരും 0.04 ഗ്രോത്ത് വരുന്നവരും കാത്തിരിക്കുന്നു, വിൽക്കുന്നു, കാത്തിരിക്കുന്നു, വിൽക്കുന്നു. എത്ര വിൽക്കുന്നു? ആ ഗ്രോത്ത് മാത്രം വിൽക്കുന്നു. ഒരു സിമ്പിൾ ലോജിക്കാണ് ഇവിടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഈ സിസ്റ്റത്തെ ഒരു മിറാക്കിൾ പ്രോജക്റ്റ് ആക്കി മാറ്റാൻ വേറെ ഒന്നും വേണ്ട. ഇത് കാണുന്ന ആൾക്കാർ, ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന ആൾക്കാർ സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ കയ്യിലുള്ള ഹൈക്ക് എത്രയാണ്? ആ ഹൈക്ക് മാത്രം നിങ്ങളൊന്ന് വിൽക്കൂ. ഇപ്പൊ $100 ചെയ്ത ആൾക്ക് $35 വാല്യൂ ഉള്ള കോയിൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാകുക, ശരിയല്ലേ? 35%. സോ 35% എന്നുള്ളത് ഗ്രോ ചെയ്തിട്ട് അദ്ദേഹത്തിന് കുറെ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ $1000 ചെയ്ത ഒരാള്, $1000 ചെയ്യുന്ന ആൾക്ക് അദ്ദേഹത്തിന് കിട്ടുന്നത് $350 വർത്തുള്ള കോയിൻ ആയിരിക്കും. ഇപ്പൊ അത് ഗ്രോ ചെയ്തിട്ട് ഒരു $400 ആയെന്ന് വിചാരിക്കുക. എങ്കിൽ $50 കോയിൻ വിൽക്കുക. $50 വിലയുള്ള കോയിൻ മാത്രം വിൽക്കുക, ബാക്കി 350 കീപ്പ് ചെയ്യട്ടെ. ഇങ്ങനെ ഒരു പ്രോസസ്. അതിനുവേണ്ടി ഒരു അടിസ്ഥാന സംഖ്യയാണ് 0.04 എന്ന് പറയുന്നത്. ഒരു 0.04 ഗ്രോത്ത് കിട്ടിയാൽ ഒരു 31% ഗ്രോത്ത് അവിടെ കിട്ടിക്കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ സെല് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ പ്രാവശ്യം ബാലൻസ് ഉള്ള കോയിന്, ആ ബാലൻസ് ഉള്ള കോയിന് വീണ്ടും ആ ഗ്രോത്ത് കിട്ടുമ്പോൾ വീണ്ടും വിൽക്കുന്നു. ഇങ്ങനെ 15, 20, 30 പ്രാവശ്യം സെല് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ $1000 ചെയ്ത ആളാണെങ്കിൽ $774 വിഡ്രോ ചെയ്തിട്ടുണ്ടാകും. നെറ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും. 10% ഡിഡക്ഷൻ എല്ലാം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോഴും $350 കോയിൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയുണ്ട്. അതായത് അദ്ദേഹം $1000 ആകെ മുടക്കിയിട്ടുള്ളൂ, 774 ഓൾറെഡി എടുത്തു കഴിഞ്ഞു. $350 വാല്യൂ ഉള്ള കോയിൻ എപ്പോഴും ബാക്കിയുണ്ട്. സോ ഗ്രോത്ത് അദ്ദേഹത്തിന് അപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ഇനി 31ാമത്തെ, 34ാമത്തെ, 35ാമത്തെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും ഇതേ പോളിസി അദ്ദേഹത്തിന് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ബേസ് വാല്യൂ എപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. 1000, 100, 500 ഈ സംഖ്യകളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് അതിന്റെ കൂടെ ഇൻവെസ്റ്റ്മെന്റ് പൂളിംഗ് കൂടെയും കിട്ടും. ഒരു ഇൻവെസ്റ്റർ ആംഗിൾ നിന്നുകൊണ്ട് $1600 ഒരു പാക്കേജ് എടുക്കുന്നു. $100, $600, $500, സോറി $100, $500, $1000 ഇങ്ങനെ എടുത്താൽ $560 തുല്യമായ കോയിനാണ് അദ്ദേഹത്തിന് കിട്ടുക. സോ 0.04 ഗ്രോത്ത് കിട്ടുന്ന ആ സമയത്ത്, 31% ഗ്രോത്ത് കിട്ടുന്ന സമയത്തെല്ലാം വിറ്റുകൊണ്ടിരുന്നാൽ അദ്ദേഹം $1239, എന്നാൽ $1240 ഈ 30 ട്രാൻസാക്ഷനിലൂടെ വിഡ്രോ ചെയ്തെടുത്തിട്ടുണ്ടാകും. അപ്പോഴും $560 തുല്യമായിട്ടുള്ള കോയിൻസ് അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പോഴും ബാക്കിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സിസ്റ്റത്തിന്റെ പവർ ആലോചിച്ച് നോക്കൂ. ഇനി 0.04 അതൊരു ചെറിയ ഗ്രോത്ത് ആണ് സാറേ, അത് 31% ഒന്നും പോരാ. ശരി, ആയിക്കോട്ടെ, ഞാനൊരു വേറൊരു ഫിഗർ എടുക്കാം. $0.1 ഗ്രോത്ത്, $0.1 ഗ്രോത്ത് വരുന്ന സമയത്താണ് ഈ സെല്ല് നടക്കണമെന്ന് വിചാരിക്കുക. അതായത് 78% ഗ്രോ ചെയ്തപ്പോൾ ഞാൻ വിൽക്കുന്നു. നമുക്ക് തീരുമാനിക്കാം കേട്ടോ, സിസ്റ്റത്തിന് ഒരു കമ്പൽഷനും ഇല്ല. നിങ്ങൾ വിറ്റേ പറ്റൂ, നിങ്ങൾ വിൽക്കണം എന്നൊന്നും സിസ്റ്റം പറയുന്നില്ല. അതല്ലാതെ തന്നെ ഈ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഞാൻ 0.04 എടുത്തത് 0.1277 നിന്ന് 0.04 ഗ്രോത്ത് എന്ന് പറയുന്നത് 0.1677 ഏതാണ്ട് ആ പ്രൈസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കാൽക്കുലേഷൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ 0.1 എത്തിയിട്ട് വിറ്റാൽ മതി, നോ പ്രോബ്ലം. അപ്പോൾ 1277 കിട്ടിയ ഒരാള് 2277 ആവുന്ന സമയത്ത് വിൽക്കുന്നു, 3277 ആവുന്ന സമയത്ത് വീണ്ടും വിൽക്കുന്നു, 4277 ആവുന്ന സമയത്ത് വീണ്ടും വിൽക്കുന്നു. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് പോയാൽ ഈ 30 ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ $1809 വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. അപ്പോഴും $560 കോയിൻ അദ്ദേഹത്തിന്റെ ബാക്കി ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സിസ്റ്റത്തിന്റെ ഒരു പവർ ആലോചിച്ച് നോക്കൂ. ഈ ഒരു മിറാക്കിൾ കാൽക്കുലേഷനിലേക്ക്, ഈ മിറാക്കിൾ ആക്ടിവിറ്റിയിലേക്ക് നമ്മളൊന്ന് കടന്നു വന്നാൽ സിസ്റ്റത്തെ നമ്മൾ പോലും ചിന്തിക്കാത്ത ലെവലിലേക്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സിസ്റ്റം നമ്മൾ പോലും പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് മാറും. അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായും
ഈ പ്രൊജക്ടിന്റെ സാധ്യതകളെ മനസ്സിലാക്കിയ നമ്മൾ അതിനെ റിയൽ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമുക്ക് മാറാൻ പറ്റണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോ ആൾക്കാർക്കും ഈ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് നമ്മുടെ ആശയത്തെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റണം. ഒപ്പം നമ്മളും അവരും ഒരേ സമയം അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് മാറണം. ഞാൻ ആ പ്രൊജക്ട് ചെയ്തു, എനിക്കത് അങ്ങനെയാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ പ്രൊജക്ട് ചെയ്തു, എനിക്ക് ഇങ്ങനെയാക്കാൻ പറ്റുള്ളൂ എന്നല്ല പറയേണ്ടത്. ഞാൻ ലൈഫിൽ സെറ്റിലായി. എന്താ കാരണം? ചതുരോഷൻ എന്ന് പറയുന്ന ആൾക്കാരായിട്ട് നമുക്ക് ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന 33 പേർക്കും മാറാൻ സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഉറപ്പിലേക്ക് എത്താൻ ആവശ്യമായ ഇൻഫർമേഷൻ നിങ്ങൾ കളക്ട് ചെയ്യുക, ആ ഇൻഫർമേഷൻ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ വൻ വിജയം ഉണ്ടാക്കി തരും. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഓവർ ടു ശിവദാസ് സാർ. Thank you for the wonderful presentation, sir. Thank you very much. Fantastic ആയിരുന്നു. ഇതുവരെ ഇല്ലാത്തൊരു പുതിയൊരു ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ ആയിരുന്നു. ആ ഒരു അഡീഷൻ കോയിൻ എങ്ങനെയാണ് നമുക്ക് ലാഭം എടുക്കാൻ പറ്റുക എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നതിന് വെരി വെരി താങ്ക് യു. സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമലി ഏതൊരു വ്യക്തിയും ഇതിനകത്ത് വെയിറ്റ് ചെയ്തിരുന്ന അവരുടെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിലും നല്ലത് എല്ലാവരും ഇതിലുള്ള എല്ലാ മെമ്പേഴ്സും ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, സാർ പറഞ്ഞ പോലെ ഇത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ 35 നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് വിചാരിക്കുക. അതൊരിക്കലും നിങ്ങൾ വിൽക്കുന്നില്ല. 35% ഒരിക്കലും വിൽക്കുന്നില്ല. അവിടുന്ന് ഗ്രോ ചെയ്യുന്ന ആ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നു. അതെല്ലാ ഈ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഫാസ്റ്റ് ആവും. സിസ്റ്റം ഇപ്പോൾ ഉള്ളതിനേക്കാളും വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ആണ്. ഒരാൾക്കും നഷ്ടം വരുന്നില്ല. എല്ലാവരും കട്ട് ചെയ്ത് അവരുടെ പ്രോഫിറ്റിന്റെ പാർട്ട് മാത്രം നമ്മൾ സാധാരണ ട്രേഡിംഗിൽ ചെയ്യുന്ന പോലെ തന്നെ എന്റെ ട്രേഡിംഗിന്റെ ആ പ്രോഫിറ്റ് പാർട്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെയും എന്റെ ക്യാപിറ്റൽ ഇട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഇവിടെയും എത്ര തവണ വേണമെങ്കിലും ഈ പറയുന്ന ക്യാപിറ്റൽ അവിടെ നിലനിർത്തുക. ക്യാപിറ്റൽ 35% ആണ് ക്യാപിറ്റൽ എന്ന് അസ്യൂം ചെയ്യണം. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റിന്റെ പാർട്ട് എടുത്തെടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഫിറ്റ് മാത്രം നമ്മുടെ ക്യാപിറ്റലിന്റെ മുകളിലേക്ക് എടുക്കുകയും ചെയ്യാം. എക്സ്ട്രാ നമുക്ക് ഈ പറയുന്ന 35% നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുകയും ചെയ്യും ലൈഫ് ലോങ്. അപ്പൊ നമ്മുടെ കോയിൻസ് കുറഞ്ഞു വരില്ലേ എന്ന് ചോദിക്കും. വില കൂടുന്തോറും നമുക്ക് കുറവ് കോയിൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴും ഒരു കോയിൻ പോലും നമ്മുടെ സിസ്റ്റത്തിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നല്ലൊരു വാല്യൂലേക്ക് വരുന്ന സമയത്തും നമുക്ക് ഈ 35% മുകളിലേക്ക് പോകുന്ന ആ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത് ഒരുപാട് കാലം നമുക്ക് ചെയ്യാവുന്ന, എന്താ പറയാ, നമ്മളിപ്പോ കേരളത്തിലായതുകൊണ്ട് ഒരു വൃക്ഷം തെങ്ങ്, ഒരിക്കലൊരു തെങ്ങ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര തേങ്ങ ഒന്ന് എടുത്താലും വീണ്ടും അടുത്ത 2-3 മാസം കൊണ്ട് വീണ്ടും അതിലേക്ക് 3 മാസോ 6 മാസോ, എനിക്ക് അതിന്റെ കൃത്യം കണക്കറിയില്ല, എങ്കിലും 3 മാസം 6 മാസം കഴിയുമ്പോൾ വീണ്ടും നിറച്ചും തേങ്ങ ഉണ്ടാവും. വീണ്ടും നമ്മൾ അത് എടുക്കുന്നു. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു തെങ്ങാണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള തേങ്ങയാണ് എന്ന് പറയുന്ന പോലെ ആണ് ഇവിടെയും നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അല്ല നിങ്ങളുടെ ക്യാപിറ്റൽ, ഇവിടെ ഉള്ള എമൗണ്ട് ആണ്. അതിൽ നിന്നാണ് നമ്മൾ ഇതിനെ പതുക്കെ നമ്മൾ ആ പ്രോഫിറ്റ് പാർട്ട് മാത്രം നിങ്ങൾ എടുത്ത് മാറ്റി വെക്കുക. അത് നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് പോകും. സിസ്റ്റം വളരെയധികം സ്പീഡാവും. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും 4 ഇരട്ടി സ്പീഡിലേക്കായിരിക്കും പോകുന്നത്. ആ ഒരു സ്ട്രാറ്റജി എല്ലാവരും അവരവരുടെ ടീമിലുള്ള ആൾക്കാരോട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയാം. സാർ പറഞ്ഞ പോലെ 35% നിന്ന് ഒരു 45% ആവുമ്പോഴേക്കും സെല്ല് ചെയ്യാം. അടുത്ത് വീണ്ടും അവിടുന്ന് തുടങ്ങി വീണ്ടും 45 എത്തുമ്പോൾ വീണ്ടും സെല്ല് ചെയ്യാം. ഇങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആക്കണം. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ഞാൻ അഡീഷണൽ നമ്മൾ പറയുന്നുണ്ട്, കോയിൻ വിൽക്കുമ്പോഴും അതിന്റെ പ്രൈസ് കൂടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് കാണിച്ചു തന്നിട്ട് ഇന്നത്തെ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ക്രീൻ കാണാലോ അല്ലേ സർ? കാണാം. ഓക്കെ, ഇതാണ് എന്റെ വാലറ്റിന് അതിനകത്ത് കുറച്ച് BNB കോയിൻ കിടക്കുന്നുണ്ട്. ടെതർ 0 ആണ്. ഞാൻ എന്റെ ഐഡിയിൽ പോവാണ്. ഐഡിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് നോക്കുക, 576,557. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് ഉള്ളത്. ഓക്കെ, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്തുള്ള നമ്മുടെ ലിക്വിഡിറ്റിയും
ഫൈനൽ കോയിൻസ് 1,83,691 കോയിൻ ആണുള്ളത്. അതുപോലെ എന്റെ കയ്യിലുള്ള ടോട്ടൽ കോയിൻ 892 കോയിൻ കിടക്കുന്നുണ്ട്. അതിന്റെ ടോട്ടൽ വാല്യൂ വരുന്നത് $148 ആണ്. ഓക്കെ, അപ്പൊ ഞാനൊരു 50 കോയിൻ ആണ് ഞാൻ ഇതിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കോയിൻ വിൽക്കുന്നതും ഇപ്പോൾ ഇതിന്റെ റേറ്റ് കൂടുന്നതും അതുപോലെ തന്നെ ഇത് എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്റെ വാലറ്റിൽ ഈ പറയുന്ന വാലറ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഈ പ്രൈസ്, അടുത്ത പ്രൈസ് ഉടനെ അപ്ഡേറ്റ് ആവും. ഈ ഒരു സെല്ലിംഗ് നടന്ന ഉടനെ തന്നെ പുതിയ പ്രൈസ് വരുമ്പോൾ എന്താണ് ബൈ പ്രൈസ്, എന്താണ് സെൽ പ്രൈസ് എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ബൈ പ്രൈസ് ആണ് സെൽ പ്രൈസിലേക്ക് മാറും, പുതിയൊരു ബൈ പ്രൈസ് അവിടെ വരികയും ചെയ്യാം. അപ്പൊ 576 എന്നുള്ളത് അതിന്റെ മുകളിലേക്ക് പോകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. സെല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, അവിടെ നമ്മൾ മെൻഷൻ ചെയ്യണം എത്ര കോയിൻ ആണ്. അപ്പൊ ഞാനൊരു 50 കോയിൻസ് ചെയ്യുകയാണെങ്കിൽ $8.32 ആണ് ടോട്ടൽ വാല്യൂ വരുന്നത്. അതിൽ നിന്ന് ലിക്വിഡിറ്റി ഫീസ് ആയിട്ട് അവിടെ താഴെ കാണിച്ചിട്ടുണ്ട്, ലിക്വിഡിറ്റി ഫീസ് 10% പിടിക്കും. ആ 10% പിടിച്ചിട്ട് ബാക്കിയുള്ള അപ്പൊ 0.83 അവിടെ പിടിക്കും, 832 അവിടെ പിടിച്ച് ബാലൻസ് എമൗണ്ട് ആയിരിക്കും നമുക്ക് വരുന്നത്. അത് ഓൾമോസ്റ്റ് അറൌണ്ട് $7.4 അടുത്തായിരിക്കും വരുന്നത്. അപ്പൊ ഇനി അടുത്ത പ്രൊസീജിയർ, സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി അത് ബ്ലോക്ക് ചെയിനിന്റെ പെർമിഷനിലേക്ക് പോകും. പ്രോസസ് ചെയ്യാൻ പോവുകയാണ്. അവിടെ ബ്ലോക്ക് ചെയിനിന്റെ പെർമിഷൻ ചോദിക്കുകയാണ്. കോയിൻസ് സോൾഡ് ആയി. അപ്പൊ എൻ്റെ ഉണ്ടായിരുന്ന കോയിൻസ് ഓർമ്മയുണ്ടെങ്കിൽ 890 സംതിങ് 92 ഉണ്ടായിരുന്നു, ഇപ്പൊ 842ലേക്ക് മാറി. അവിടെ $148 ആയിരുന്നു അതിന്റെ വാല്യൂ, ഇപ്പൊ അത് $140 ആയിട്ടുണ്ട്. ഇനി ഇവിടെയും ഈ പറഞ്ഞ പോലെ കോയിൻസിന്റെ അളവ് ഇതിപ്പോ അപ്ഡേറ്റ് 576 എന്നുള്ളത് ഇപ്പൊ അപ്ഡേറ്റ് ആവും. അതിന് കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം. അപ്പൊ മീൻവൈൽ എന്റെ കമ്മീഷൻ വന്നിട്ടുണ്ടോ നോക്കാം. വന്നിട്ടുണ്ട്, $7.49 അവിടെ വന്നു കഴിഞ്ഞു. ഇനി എനിക്ക് ഈ പറയുന്ന USDT എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാം, വളരെ ഈസിയാണ്. അപ്പൊ ഇനി റേറ്റ് മാറുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ബൈ പ്രൈസ് ഇപ്പൊ സെല്ലാണ് ചെയ്തത്, അപ്പൊ അതുകൊണ്ട് ബൈ പ്രൈസ് അവിടെ മാറുന്നുണ്ടോ എന്നും കൂടി നോക്കാം. 576 ആണ്. അപ്പൊ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. $576 എന്നുള്ളത് 658ലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 576 താഴേക്ക്, സോറി 166,576 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ 166,558ലേക്ക് മാറി. കഴിഞ്ഞ ബൈങ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഇത് കൂടിയേ വരുള്ളൂ. ഇതാണ് അതിന്റെ സിസ്റ്റം. അവിടെ ബാക്കിയുള്ള കോയിൻസ് അപ്ഡേറ്റ് ആണ്. 691 ഉണ്ടായിരുന്നത് 1,699 ഉണ്ടായിരുന്നത് ഇപ്പോ 641ലേക്ക് മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം കറക്റ്റ് വാല്യൂസ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഈ ചെയ്തിട്ടുള്ള, എനിക്ക് വിഡ്രോവൽ എടുത്തിട്ടുള്ള നമ്മളവിടെ സ്മാർട്ട് കോൺട്രാക്ട് ബാലൻസിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് സോറി, കേൾക്കുന്നുണ്ടോ പറയണേ? അതിന്റെ ഇടയിൽ ഒരു കോൾ വന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മജീദ് സർ കേൾക്കാം. ഓക്കെ. അപ്പൊ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഇവിടെ 1 മിനിറ്റ് മുമ്പ് ആണ് ചെയ്തത്. 1 മിനിറ്റ് മുമ്പ് 7.49 എന്റെ വാലറ്റിൽ വന്നത് കൃത്യമായിട്ട് അവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. എല്ലാ റെക്കോർഡിക്കലി അവിടെ ഉണ്ട്. അതിന് മുന്നേ വന്നിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ഒരു ഡെപ്പോസിറ്റ് ആയിരുന്നു. $20 ഒരു ഡെപ്പോസിറ്റ് ആയിരുന്നു. നേരത്തെ 3 മണിക്കൂർ മുമ്പ് ഒരു ഡെപ്പോസിറ്റ് വേറെ ഉണ്ട്. ഇങ്ങനെ ഡെപ്പോസിറ്റുകളും ഇതും സെല്ലിങ്ങും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ബാലൻസും കാണാം, എല്ലാം കാണാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തേക്ക് ഉള്ളത്. എനിവേ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് പ്രോഗ്രാം മൺഡേ ആണുള്ളത്. നമ്മൾ കൂടുതൽ മെമ്പേഴ്സിലേക്ക് നമ്മൾ ഇതിന് പ്രൊമോട്ട് ചെയ്യണം. നമുക്ക് ഈ മീറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഈ പറയുന്ന ഇതിന്റെ സ്റ്റോറി മുഴുവൻ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളോട് വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളോട് തന്നെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ഓൾ.